ഇതാ മറ്റൊരു ഓണക്കാലം. ഓണത്തുമ്പികളും ചിങ്ങമാസത്തിലെ നേർത്ത വെയിലും പൂക്കളങ്ങളും എല്ലാം കൂടെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഗൃഹാതുരമായ ഓർമ്മകൾ ഓടിയെത്തുന്നുണ്ട്. ഇന്ന് ഞാനിപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തായ തിരുവനന്തപുരത്ത് ഓൾ സയൻസ് കോളേജിനടുത്തുള്ള പ്രകാശിൻ്റെ വീട്ടിലാണ് വന്നേക്കുന്നത്. അദ്ദേഹം എന്നെ ഓണാഘോഷിക്കാൻ വിളിച്ചതാണ് ഇവിടുന്ന്. അദ്ദേഹം ആകാശവാണിയിലെ എ ഗ്രേഡ് മ്യൂസിക് ഡയറക്ടറാണ്. ഞാൻ ദേവരായ മാസ്റ്ററെ പറ്റിയാണല്ലോ പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേവരായ മാസ്റ്ററിൻ്റെ ഓണം അതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ദേവരാജ മാസ്റ്റർ മദ്രാസിൽ താമസിച്ച കാലം തൊട്ട് തന്നെ എല്ലാ വർഷവും ഓണത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിനും ടെക്നീഷ്യൻസിനും ഓർക്കസ്ട്ര വായിക്കുന്നവർക്കെല്ലാം സ്റ്റുഡിയോയിലുള്ള എല്ലാവർക്കും അദ്ദേഹം വിഭവസമൃദ്ധമായ ഒരു ഓണസദ്യ ഒരുക്കിയിരുന്നു. അത് അദ്ദേഹം നല്ല പാചകക്കാരെ വരുത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പാചകപ്പുരയൊക്കെ ഒരുക്കി സദ്യ ഒരുക്കിയിട്ടാണ് ആൾക്കാരെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വീട്ടിലെ വിശാലമായ ഹാള് ഒക്കെ അന്നത്തേക്ക് അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യും. അങ്ങനെ പക്ഷേ അന്നത്തെ കാലത്ത് ഏകദേശം ഞാൻ പറഞ്ഞ 67 കാലഘട്ടമാണ് ഇതൊക്കെ. 65, 66, 67 കാലഘട്ടത്തിലെ സംഭവങ്ങളാണ് പറയുന്നത്. അന്ന് ഓണം എന്ന് പറയുന്നത് തമിഴ്നാട്ടുകാർക്ക് അജ്ഞാതമായിരുന്നു. അജ്ഞാതം വെച്ചാൽ അവർക്കറിയില്ല. അന്ന് ഓണത്തിന് അവധിയില്ലായിരുന്നു. ഓണം എന്തെന്ന് അവിടെ ഉള്ള ആർക്കും, അടുത്തുള്ള പരിസരക്കാരുമൊക്കെ ഇത് എന്താ ആഘോഷമെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഓണം അന്യമായി നിന്നിരുന്ന മദ്രാസിൽ മാസ്റ്റർ ഓണം കൊണ്ടുവന്നു എന്ന് പറയുന്നതാവും ഒരു കണക്കിന് ശരി. തൻ്റെ സഹപ്രവർത്തകരെ, അതുവരെ സ്റ്റുഡിയോയിൽ വളരെ കർക്കശക്കാരനായിരുന്ന മാസ്റ്റർ അന്ന് വളരെ സ്നേഹമസൃണമായ ഒരു ഗ്രഹനാഥനായിട്ട് മാറി അവരോട് തോളിത്തിട്ട് കുശലം പറയുകയും അവരെ സന്തോഷപൂർവ്വത്തി ആ വയർ നിറച്ച് കഴിച്ചു എന്ന് ചോദിച്ചിട്ട് വിടുന്ന ഒരു ഗ്രഹനാഥനെ കാരണവരെ നമുക്ക് മാസ്റ്ററിലൂടെ കാണാൻ പറ്റുമെന്ന്. അങ്ങനെ അപ്പോൾ ആ മാസ്റ്റർ അങ്ങനെ കൊടുത്തപ്പോൾ അവിടെ എല്ലാവരും ചോദിക്കും, ഇത് ഓണം ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന്. മലയാളികളായിട്ടുള്ള ആൾക്കാരും ഉണ്ട്, പക്ഷേ അവർക്കൊന്നും മദ്രാസിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് വിഭവസമൃദ്ധ ഓണം നൽകി ആ സന്തോഷകരമായ ഓർമ്മകളിലൂടെ പലരും മദ്രാസ് ചെല്ലുമ്പോൾ പറയട്ടെ, ഓണം ഞങ്ങൾ അറിഞ്ഞത് ദേവരാജ മാസ്റ്ററിൻ്റെ സദ്യയിലൂടെയാണ് എന്ന് പറഞ്ഞു കിട്ടുന്നത്. അതുപോലെ മാസ്റ്ററിൻ്റെ മക്കളുടെ സുഹൃത്തുക്കളും ഒക്കെ അവരും വരും കൂട്ടത്തിൽ. അവരും പറയും, ഞങ്ങൾ ഓണം ഇങ്ങനെ ഒന്നൊരു ആഘോഷത്തെപ്പറ്റി അറിയുന്നത് ഇവിടെ വരുമ്പോഴാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാസ്റ്റർ എത്രയോ വർഷങ്ങളോളം കൊടുത്തിരുന്നു. മാസ്റ്ററിൻ്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് ആ അടുത്ത വർഷം ഓണം ആഘോഷിച്ചില്ല. അങ്ങനെയാണ് ആ ഓണസദ്യ നിന്നുപോയത്. പിന്നീട് അതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് വരികയും പിന്നെ വല്ലപ്പോഴും പോകുന്നുള്ളതുകൊണ്ട് സദ്യ അങ്ങനെ മുടങ്ങിപ്പോയി മാസ്റ്ററിൻ്റെ. ആ മാസ്റ്റർ ഉള്ള കാലത്തോളം എനിക്കൊന്നൊരു 10-20 വർഷത്തോളം മാസ്റ്റർ അങ്ങനെ സദ്യ നടത്തിയിരുന്നെന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞു കേട്ടതും എൻ്റെ അറിവിലും ഉള്ള സംഭവങ്ങൾ. ഇനി മാസ്റ്റർ തിരുവനന്തപുരത്ത് താമസമാക്കി. എന്നാൽ ആ എല്ലാ ഓണക്കാലമാകുമ്പോൾ മാസ്റ്റർ മദ്രാസിലേക്ക് വരും, കുടുംബസമേതം അവിടെ ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ വിഭിന്നമായ ഒരു ഓണത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അത് ഈ പ്രകാശൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാനത് ഓർത്തെടുക്കാൻ കാര്യം ഒരു 98 ഓണക്കാലത്തിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് മാസ്റ്റർക്ക് ചെറിയൊരു അസ്വാസ്ഥ്യം വന്നു. അങ്ങനെ ഉത്രാടം തിരുനാൾ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നു. അപ്പോൾ അന്ന് ഉത്രാടത്തിൻ്റെ അന്ന് മാസ്റ്റർ പൗലോസ് ഡോക്ടറിനോട് പറഞ്ഞ് പൗലോസ് ഡോക്ടറാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ. അപ്പോൾ പറഞ്ഞ് എനിക്ക് ഉത്രാടത്തിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. ഏകദേശം വലിയ ഇതൊന്നുമില്ലായിരുന്നെങ്കിലും ഡോക്ടർ പറഞ്ഞ് വിടാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തിരുവോണത്തിൻ്റെ അന്ന് എൻ്റെ ദൂരദർശൻ്റെ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ജോലികളുള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് പല സ്ഥലങ്ങളിലും പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ ആത്മാർത്ഥമായി സഹായിച്ചൊരു സുഹൃത്താണ് പ്രകാശ്. ഞാൻ പ്രകാശിനോട് പറഞ്ഞു, പ്രകാശ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പ്രകാശ് ആശുപത്രിയിൽ എന്ന് വരും, കാര്യങ്ങളൊക്കെ നോക്കും. അപ്പം ഞാൻ പറഞ്ഞു, മാസ്റ്ററെ ഇന്നത്തെ ഓണത്തിന് ഇത്തവണ മാസ്റ്റർ മദ്രാസിൽ പോകുന്നല്ലോ, പ്രകാശ് ഉണ്ടല്ലോ, പിന്നെ എനിക്ക് നീ ഇല്ലെങ്കിലും പ്രകാശ് മതിയെന്ന് മാസ്റ്റർ പറഞ്ഞു. ഇനിയുള്ള കാര്യങ്ങൾ, അവിടുത്തെ ഓണ ഒരുക്കങ്ങളും ഒരു ഓണം തനിയെ ഒരുക്കിയ ഒരു ഓണക്കഥ അത് നിങ്ങൾ അറിയണം. അങ്ങനെ മാസ്റ്റർ എങ്ങനെ ഓണം ആഘോഷിച്ചു എന്നൊരു കഥ എൻ്റെ സുഹൃത്തായ പ്രകാശിനെ പറ്റി പറയണമെന്ന് വെച്ചാൽ, ഞാൻ ഏകദേശം 90കളുടെ തുടക്കത്തിലാണ് അവിടെ വരുന്നത്. ഞാനവിടെ വരുമ്പോൾ തന്നെ പ്രകാശ് അവിടെ ഉണ്ട്. പ്രകാശാണ് മാസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതുന്നതും മറ്റ് ഗാനമേള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതും എല്ലാവരെയും വിളിക്കുന്നതും എല്ലാം മാസ്റ്റർ പ്രകാശ് മാത്രമല്ല, പ്രകാശിൻ്റെ അച്ഛൻ സംഗീത അധ്യാപകനായിരുന്നു അദ്ദേഹവും മാസ്റ്ററിൻ്റെ
മാസ്റ്ററിൻ്റെ അച്ഛനുമായിട്ടും വളരെ അടുപ്പമുള്ള ഒരാളെന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ കുടുംബപരമായിട്ടും മാസ്റ്ററിൻ്റെ വീടുമായിട്ടും പ്രകാശിൻ്റെ കുടുംബമായിട്ട് വളരെ ബന്ധങ്ങളുണ്ട്. പ്രകാശിൻ്റെ കല്യാണത്തിനും പ്രകാശിൻ്റെ ചേട്ടൻ പ്രദീപിൻ്റെ കല്യാണത്തിനൊക്കെ മാസ്റ്റർ സംബന്ധിച്ചിരുന്നു. അങ്ങനെയുള്ളൊരു കുടുംബ ബന്ധമായിരുന്നു പ്രകാശിൻ്റെ വീട്ടുകാരും ദേവരായ മാസ്റ്ററിൻ്റെ വീട്ടുകാരുമായിട്ടുള്ളത്. മാസ്റ്റർ ഏത് കാര്യത്തിനും ഞാൻ മിക്കവാറും അവിടെ ചിലപ്പോൾ പ്രകാശ് ഒരു സ്കൂട്ടർ രാവിലെ അവിടെ വരുന്ന കാണാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരും, കൊച്ചുവേളിയിലെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. ചിലപ്പോൾ എനിക്കും കിട്ടാറുണ്ട്. എന്നാലും അങ്ങനെ മാസ്റ്റർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അടുത്ത ആളെന്ന നിലയിൽ പ്രകാശ് മാസ്റ്ററും കൂടെ ഒരുക്കിയ ഓണത്തെപ്പറ്റി പ്രകാശ് പറഞ്ഞ് കേൾക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പ്രകാശിന് ആ കഥയൊന്ന് പറയാനായിട്ട്, ഓണത്തിനെ പറ്റി, ഓണം പ്രകാശിൻ്റെ ഓണമല്ല ദേവരായ മാസ്റ്ററുമായിട്ട് കരമനയിലെ വീട്ടിൽ ഓണം ആഘോഷിച്ച കഥ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ദേവരാജ ശ്രീക്ക് വേണ്ടി ഒന്ന് മനസ്സ് തുറന്ന് പറയുക. മാസ്റ്റർ ആ വർഷം മദ്രാസിൽ പോകുന്നില്ല എന്നൊരു തീരുമാനമെടുത്തു ഓണത്തിന്. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ പറഞ്ഞ്, നാളെ നമ്മൾ ഇവിടെ നിന്ന് പോകും ഉത്രാടത്തിന്, നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് ഓണം ആഘോഷിക്കാം. ഞാൻ പറഞ്ഞു, മാസ്റ്റർ നമ്മുടെ വീട്ടിൽ നമുക്ക് ആഘോഷിക്കാം. ഇല്ല, എനിക്കിവിടെ ആഘോഷിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ താഴത്ത് മാസ്റ്ററിൻ്റെ ഓണർ ഡോക്ടർ താഴെ താമസിക്കുകയില്ലേ, അപ്പോൾ അവർ സ്ഥിരമായിട്ട് മാസ്റ്റർ അവിടെ നിന്നാണ് ചിലപ്പോൾ ഇവിടെ ഉള്ളപ്പം കഴിക്കുന്നത്. അപ്പോൾ അവർ വിളിക്കൂലെന്ന് ഞാൻ ചോദിച്ചു. ഇല്ല, ഞാൻ അവരെ പറഞ്ഞു പറഞ്ഞു, നമുക്ക് ആഘോഷിക്കണം സ്വന്തമായിട്ട്. അങ്ങനെ പറഞ്ഞു, ഓക്കെ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഉത്രാടത്തിൽ നിന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് ഈ ഓണം ആഘോഷിക്കണം എന്ന് പറഞ്ഞല്ലോ, അതിനുള്ള സാധനങ്ങളൊക്കെ നേരത്തെ പോയി സെറ്റ് ചെയ്തു. പക്ഷേ നമുക്ക് ചെറിയൊരു സദ്യ ഒരുക്കണം. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് പരിപാടികളൊക്കെ അറിയാമെന്ന് മാസ്റ്ററിന് അറിയാം, മാസ്റ്ററിന് പാചകം അറിയാമെന്നുള്ള കാര്യം എനിക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് മാസ്റ്ററിൻ്റെ ഈ ആഗ്രഹം എന്താണ് എനിക്ക് പിടികിട്ടിയില്ല. എന്തിനു വേണ്ടി ഇങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അങ്ങനെ എന്നെ പറഞ്ഞ് വരുമ്പോൾ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചിട്ട് വരണം, ഈ സിസ്റ്റേഴ്സിന് കൊടുക്കാൻ. നമ്മുടെ ഹോസ്പിറ്റലിലെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, മാസ്റ്ററിനെ പരിചരിച്ച നേഴ്സസ്, അവരുമായിട്ടൊക്കെ വളരെ ഭയങ്കര ബന്ധമാണല്ലോ, അറിയാം, ഇവിടെ പോയാലും ആത്മബന്ധമാണ്. അങ്ങനെ അവരെയൊക്കെ വിളിക്കും, പേരെടുത്ത് വിളിക്കും, സിസ്റ്റർമാരെയൊക്കെ ജോളി എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന ആളാണ്. അപ്പോൾ എന്നിട്ട് അവർക്കെല്ലാം ഞാൻ ലഡുവൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് എല്ലാം കൊടുത്ത് ഞങ്ങൾ 4 മണിയായപ്പം ഉത്രാടത്തിനൊന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ടാക്സി പിടിച്ച് നേരെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് എൻ്റെ പാപ്പ അടുത്ത ദിവസം രാവിലെ, അപ്പം നമ്മൾ കരമനയിൽ നിന്ന് ചപ്പാത്തി വാങ്ങിക്കുന്ന കടയുണ്ടല്ലോ, അവിടെ ചപ്പാത്തിയും മാസ്റ്റർ ചുക്ക ചപ്പാത്തിയാണ് കഴിക്കുന്നത്, എണ്ണ ഇല്ലാതെ ഉണ്ടാക്കും. മാസ്റ്റർ ചപ്പാത്തി ഉണ്ടാക്കുമെന്ന് മാസ്റ്റർ ചപ്പാത്തി ഉണ്ടാക്കും. അയ്യോ, അതൊരു കഥയാണ്. അത് മാസ്റ്റർ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഞാൻ ഒരു റിറമിക്കാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് നിരത്തുന്നതൊക്കെ ഭയങ്കര രസമാണത്. അപ്പോൾ അങ്ങനെ അവിടെ ചുക്ക ചപ്പാത്തി വാങ്ങിച്ച് അവിടെ ചെന്നു. രാത്രി ഞാൻ 9 മണിയൊക്കെ, സാധാരണ ഞാൻ രാവിലെ ഒരു 7:30 മാസ്റ്ററിനെ വീട്ടിൽ എത്തിയ രാത്രി 9:50 ഞാൻ ഇറങ്ങുന്നത്. ഒരു 9:50 10 മുമ്പ് ഞാൻ ഇറങ്ങും. പ്രകാശ് ചില ദിവസങ്ങളിലൊക്കെ ഞാനവിടെ ഉള്ളപ്പോൾ പ്രകാശ് അപ്പവും സ്റ്റൂ ഒക്കെ കൊണ്ടുവന്ന് ഞാനും കഴിച്ചിട്ടുണ്ട്. ഇവിടുന്ന് രാവിലെ കൊണ്ടുവരും ചൂടപ്പം. അല്ല, മാസ്റ്ററിന് അപ്പം ഒക്കെ ഇഷ്ടമാണ്, വെള്ളയപ്പം, പാലപ്പം, അത് സ്റ്റൂ കറി, അതൊക്കെ ഇഷ്ടമാണ്. ആ സ്റ്റൂ കറിയുടെ ഉരുളക്കിഴങ്ങ് നടക്കത്തില്ല, പക്ഷെ ആ ഗ്രേവി തിന്നും, അതൊക്കെ കഴിക്കാൻ അതൊക്കെ ഇഷ്ടമാണ്. അതുപോലെ 7:30-ക്കും 8-നും ഇടയ്ക്കാണ് ദേവര മാസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. 7:30-8 മണിക്കകത്ത് കഴിക്കും. അപ്പൊ ആ സമയത്ത് ഞാൻ അവിടെ എത്തണം എന്നുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഉണ്ടാക്കും പരിപാടികൾ. സൂസനെയാണ് സമ്മതിക്കണ്ട. അതെ, സൂസന് ഒരുപാട് മാസം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഇതാണല്ലോ, നമ്മുടെ ഒരു അച്ഛനെ പോലെയാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ ചെന്ന് ഇപ്പൊ അടുത്ത ദിവസം ഇപ്പൊ ഞാൻ തിരിച്ചു വന്നിട്ട് സാധനമൊക്കെ രാവിലെ പോയി സെറ്റ് ചെയ്തല്ലോ. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സൂസനെ കൊണ്ട് കുറച്ച് തേങ്ങയൊക്കെ ചുരണ്ടി എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് ഞാൻ ഈ മലക്കറിയൊക്കെ എവിടെ മേടിച്ചു? മലക്കറിയൊക്കെ ഞാൻ പടിഞ്ഞാറക്കോട്ടയില്ല, അവിടെ അതുവഴിയാണല്ലോ നല്ല വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ പായസം ഉണ്ടാക്കുന്നതിന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സംഭവം ഇറങ്ങിയാൽ എനിക്ക് അറിഞ്ഞൂടാ. മാസ്റ്റർ പറഞ്ഞു, എന്റെ 98-ലാണ് മാസ്റ്റർ പറഞ്ഞ് ഈ പായസം മറ്റേ ഇതിൽ കിട്ടും, അതിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നാൽ ഞാൻ, പക്ഷെ അതെങ്ങനെ വെക്കുക എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ മറ്റതല്ലേ അറിയാവൂ. പറഞ്ഞു അത് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. തിരുവോണത്തിന്റെ അന്ന് രാവിലെ ഒരു 7:30 ആകുമ്പോ അവരെ പറഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരണ്ട, താഴെ എന്ന് അവര് വിളിച്ചിട്ടുണ്ട്, അവിടുന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് കൊടുക്കും, ഇവിടെ നിന്ന് വരുമല്ലോ, ഞാൻ അവിടെ നിന്ന് ഇഡലി കഴിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, മാസ്റ്റർ ഇഡലിയും ചട്നിയാണ് കഴിക്കുന്നത്, സാമ്പാറൊന്നും കഴിക്കില്ലെന്ന് അറിയാലോ. സാമ്പാർ സാമ്പാറൊന്ന് ഗ്യാസിനെ പറയുന്ന ഗ്യാസൻ, അത് എനിക്ക് ഓർമ്മ. ഷുഗറൻ, എനിക്കിന്ന് ഗ്യാസൻ വന്നിട്ട് പോയെന്നൊക്കെ പറയും. രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ തിരുവോണം ഞാൻ
അവിടെ എത്തി. നേരെ വന്നു, റെഡി ആയി നേരെ അടുക്കളയിൽ പോയി. അപ്പോഴത്തേക്ക് അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ അവരില്ലല്ലോ, ജോലിക്കാരുടെ ഓമന ഇല്ലല്ലോ. മാസ്റ്റർ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചു, പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ് സംഭവം. അങ്ങനെ ഈ സാധനം മലക്കറിയൊക്കെ സൂസൻ കുറെ എല്ലാം റെഡിയാക്കി തന്നു. തേങ്ങ ഇത് ചെയ്യുന്നു എല്ലാം കൊണ്ടുപോയി വെച്ചിട്ട് പാചകം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതാണ് കേൾക്കേണ്ടത്. മാസ്റ്റർ പറഞ്ഞ് നിങ്ങൾ ഈ എല്ലാ ഐറ്റവും വെച്ചു, പരിപ്പ് പപ്പടം? ഒരുപാടൊന്നും വെച്ചില്ല. പരിപ്പ് പപ്പടം, അവിയൽ, തോരൻ, ഇത് രണ്ടും എനിക്കറിയാം. പിന്നെ സാമ്പാർ കുറച്ചറിയാം. രസം സ്പെഷ്യലിസ്റ്റ് ദേവരാജ മാസ്റ്ററാണ്. അങ്ങനെ പപ്പടം ഉണ്ടാക്കി, പായസം ഉണ്ടല്ലോ, നമുക്കൊരു 5-6 ഐറ്റംസ് മതി. അവിയല്, തോരൻ, സാമ്പാർ, രസം, പാൽ പായസം, ഈ മറ്റേ അടയിൽ ഇൻസ്റ്റന്റ്, ഇത്രയും ഉണ്ട്. അപ്പൊ എന്നെ പറഞ്ഞു അങ്ങനെ പാത്രം എടുത്ത് വെക്കാൻ പറഞ്ഞു. പാത്രം വയ്ക്കുമ്പോ ഓരോ സാധനം അതെന്താണ് നമ്മൾ ഇത് വായിച്ചു നോക്കും. മറ്റേ എല്ലാം എഴുതി ഒട്ടിച്ചേക്കുന്നുണ്ടല്ലോ. ഇത് ഇതാണ് ജീരകമാണ്, അല്ലെ കടുകാണെന്ന് പറയുമ്പോൾ അതെടുക്കും. ഇങ്ങനെ പറഞ്ഞിട്ടാണ് മാസ്റ്ററാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ കൂടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ. മാസ്റ്റർ ഇതെല്ലാം അറിയാം. ഈ പാചകം ചെയ്യാനും അറിയാം മാസ്റ്ററിന്. മാസ്റ്ററിന് മീൻകറി വെക്കാൻ വരെ അറിയാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെന്നാലും വിഷയം മാറിപ്പോകും, അത് വേണ്ട. അപ്പൊ പിന്നെ ഓണത്തിന്റെ അങ്ങനെ ഇതുണ്ടാക്കി. അപ്പൊ ഞങ്ങളൊരു 12 അരയൊക്കെ ആയപ്പോ നമ്മള് റെഡിയാക്കി. ഓണം ഒരുക്കുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട്, അതും പുള്ളിയുടെ കൂടെയാണല്ലോ. അപ്പൊ അതൊരു വല്ലാത്ത അനുഭവം. എനിക്ക് ഈ രസം ഉണ്ടാക്കുന്നത് രസത്തിന്റെ കാര്യമാണ് പ്രത്യേകത. മാസ്റ്ററിന്റെ അത് കടുവ ഇട്ടു. അതെന്താ ഞാൻ കുരുമുളക് അതിടും. കുരുമുളക് പൊടിച്ചതല്ല, അത് മല്ലി ഉണ്ടായിരുന്നു അവിടെ. അത് കൊത്തമല്ലി എന്ന് പറയും, പൊടിയല്ലാത്ത വേറെ സാധനം ഉണ്ട്, അതും ഇതിപ്പെട്ടായിരുന്നു. പറഞ്ഞ അതെടുക്കാൻ പറഞ്ഞു. മല്ലിയാ എടുക്ക്. ഇത് മാഷിന്റെ കണ്ണിൽ എന്ത് തോന്നുന്നു എല്ലാം ഇടാൻ പറയും. ഇതെല്ലാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, ഇതെല്ലാം ഇട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ രസം രാത്രി വരെ വെച്ചേക്കും. വൈകുന്നേരം ആരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ രസം കൊടുത്തിട്ട് മാസ്റ്റർ വിടത്തുള്ളൂ. അങ്ങനെ ഓണസദ്യയല്ല, ഇവർക്ക് രസം വെച്ച് ഞങ്ങൾ ഓണം പിന്നെ ഇല അവിടെ താഴെ തന്നെ എടുത്തു. ഡോക്ടർ അവിടെ നിന്ന് ഇലയൊക്കെ വെട്ടി വെച്ചു. ഊണൊക്കെ ഒരുക്കിയിട്ട് നമ്മൾ കഴിക്കാം. അപ്പൊ മാസ്റ്റർ പറഞ്ഞു, മാസ്റ്ററിന് 2 ഇലയില് എടുത്തിട്ട് ഒരുക്കി വെച്ചിട്ട് മുകളിൽ കാക്കയ്ക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. മാസ്റ്റർ കയറും. മാസ്റ്റർ ഞാൻ കയറി അടുത്ത നിലയിൽ ഏറ്റവും മുകളിലത്തെ സ്റ്റെപ്പിലോട്ട് കയറി. ഞാൻ ഇത് അന്ന് എനിക്ക് എത്ര തടിയൊന്നുമില്ലല്ലോ, ഞാൻ എല്ലാം വലിയ കയറുമല്ലേ. ഞാൻ നേരെ കയറി അവിടെ കൊണ്ട് ഇത് വെച്ചു. മാസ്റ്റർ കാണാൻ പറ്റില്ല, ഇവിടെ ഇരിക്കണേ ഇലയിൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് അത് വെച്ചത്. ഇതിനാണ് മാസ്റ്റർ സദ്യ ഒരുക്കിയതെന്ന കാര്യം പിന്നെ മനസ്സിലാകുന്നത്. ചില അട്രാക്ഷൻസ് ഒക്കെ ഉള്ള ആളാണ്. അച്ഛനമ്മ ഭയങ്കര മാസ്റ്റർ മറ്റേ ദൈവവിശ്വാസം ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല. പ്രകൃതി അങ്ങനെ അച്ഛനും അമ്മയും ഭയങ്കര ദൈവമാണ്. അപ്പൊ ഈ ഓണക്കാലത്ത് വേറൊരു സാധനം പ്രധാനമായിട്ട് പറയേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് മാവേലി നാടുവാണ് ഇടുങ്കാലം എന്നുള്ള പരമ്പരാഗതമായിട്ടുള്ള സാധനം ഉണ്ടല്ലോ. മാധവക്കുട്ടി സിനിമയിൽ മാസ്റ്റർ പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നല്ല 1990 തൊട്ട് മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്നാണ് കേൾക്കുന്നത്. ഓണത്തിന്റെ ഒരു കൺസെപ്റ്റ്. ഈ ഈണം എന്ന് പറയുന്നത് പുത്തൂരം വീട്ടിൽ ജനിച്ചവരെല്ലാം കൊള്ളോരായിരുന്നു എന്നൊരു 1972 ആരോമലിനിയില് ദേവര മാസ്റ്റർ ചെയ്ത പാണം പാടുന്ന ആദ്യത്തെ പാട്ട്, തുടക്കം തന്നെ ഫസ്റ്റ് സീന്, ആദ്യത്തെ പാട്ട് ആരവി രാഗത്തിൽ ദേവര മാസ്റ്റർ ചെയ്തിട്ടുള്ള ട്യൂണാണ്. ഈ മാവേലിയിലോട്ട് ഏതോ ഒരു മനുഷ്യൻ ഉപയോഗിച്ചു 72 ശേഷം. അപ്പോൾ ഇത് ഞാൻ 93 മാസ്റ്ററിൽ പറയുന്നു. മാസ്റ്ററെ ഇപ്പൊ 32 വർഷം മുമ്പ് ഞാൻ മാസ്റ്റർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ പുത്തൂരം വീട്ടിൽ ജനിച്ചവരെല്ലാത്തിന്റെ ട്യൂണാണ് ഇപ്പൊ മാവേലി നാടുവാണ് എല്ലാവരും പാടുന്നത് പറഞ്ഞു. മാസ്റ്റർ പറഞ്ഞു അത് സെയിം വൃത്തമായി, അതുകൊണ്ടാണ് അത് ആരോ അങ്ങനെ പാടിയപ്പോൾ അത് നല്ല ചേർച്ചയുണ്ട്, അതുകൊണ്ട് എല്ലാവരും അത് പാടുക. അപ്പൊ മാസ്റ്റർ എന്നിട്ട് പറയുന്നു, ഇനി കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ മാവേലി നാടുവാണെന്നുള്ള എന്റെ ട്യൂണ് ഞാൻ അതിന്ന് എടുത്തു എന്ന് സമൂഹം ചിലപ്പോ പറഞ്ഞു പോകാം എന്ന് മാസ്റ്റർ എൻ്റെ പറഞ്ഞു. ദീർഘവീക്ഷണമാണ്. പലരും അതിനുശേഷം 30 വർഷത്തിന് ശേഷം പലരും പറഞ്ഞു ഈ പുത്തൂരം വീടെന്നുള്ള ട്യൂണ് ദേവരാജ മാസ്റ്റർ ഉപയോഗിച്ചത് മാവേലി അതെന്നാണ് എടുത്തതെന്ന് പറഞ്ഞു.
ആ പറഞ്ഞവർക്ക് ഞാനിങ്ങനെ കേട്ട് കേട്ടു, ഞാൻ കേട്ടു. ആ പറഞ്ഞവർക്കുള്ള ഒരു ഒറ്റ മറുപടി തിരിച്ചു പറഞ്ഞപ്പോ അതെങ്ങനെയാണ്? മറുപടി എന്ന് വെച്ചാൽ അത് മാസ്റ്റർ തന്നെ എനിക്ക് പറഞ്ഞു തന്ന മറുപടി. അല്ല, ഈ മറുപടി പ്രകാശ് ഇങ്ങനെ കേട്ട് മറ്റൊരാൾക്ക് കൊടുത്തെന്ന് പറഞ്ഞു, ഇങ്ങനെ മറുപടി ഒരാളിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ കൊടുത്തത്. ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഈ പുത്തൂരം വീട്ടിൽ ജനിച്ചവരല്ല എന്നുള്ള ട്യൂണ് മാവേലി നാടുവാണിയിടും കാലം എന്നുള്ള പഴമ ഉള്ള അതിൽ നിന്നാണ് ദേവരാജ മാസ്റ്റർ എടുത്തു വെച്ച് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഒരാള് ഇതിലെങ്ങാണ്ട് എഴുതി. ഈ 3000 പാട്ടുണ്ടാക്കിയ ആള് അതെടുത്ത് വെച്ച് മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തില് ദേവരാജ മാസ്റ്ററിന്റെ ട്യൂൺ എടുത്ത് ഈ വൃത്തം ചേർന്നുകൊണ്ട് തിരിച്ചാണ് ആളുകൾ വെച്ചത്. ഇതാണ് കറക്റ്റ്. അപ്പൊ അതിനുള്ള ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. നമ്മളെപ്പോഴും എവിഡൻസ് നോക്കുന്നതാണ്, തെളിവുകൾ വേണം. 1972 ആരോമലുണ്ണി എന്നുള്ള സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് പുത്തൂരം വീട്ടിൽ എന്നുള്ള ആ ഈണമുള്ള മാവേലി നാട് വാണിയിടും എന്നൊക്കെ, മാവേലി നാടു വാണിയിടും കാലം, ഈ സാധനം 72 മുമ്പ് ആരെങ്കിലും ഈ നൊട്ടേഷനോ ഈ ആരെങ്കിലും ഒരു ഗ്രൂപ്പിൽ പാടുകയോ അല്ലെങ്കിൽ ഓഫീസിൽ പാടുകയോ എവിടെയെങ്കിലും പാടുന്നവരെണ്ണം തെളിയിച്ചാൽ ഇത് അംഗീകരിക്കാം. ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ദേവരാജ മാസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ആളുകൾ ഈ അതിനു മുമ്പെയുള്ള മാവേലിയുടെ ട്യൂൺ ഏതെന്ന് അറിയാമോ? ഞാനത് പലരും പറഞ്ഞിട്ടുണ്ട്. മാവേലി നാട് വാണിയിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ വന്നുത്തോടെ വസിക്കും കാലം. ഇതാണ് ട്യൂണ്. ഇതാണ് പരമ്പരാഗത ട്യൂൺ. ഇതാണ് കുമ്മി ട്യൂണാണ്. കുമ്മിയടി കുമ്മിയടിക്കുവിൻ എന്നൊരു ട്യൂണില്ലേ, വീര വീര അതാണ് ട്യൂണ്, പരമ്പരാഗത ട്യൂൺ. അതാണ് മാവേലി എന്നുള്ള ട്യൂൺ. ആ ട്യൂണിനെ പിന്നെ ദേവരാജ മാസ്റ്ററിന്റെ പുത്തൂരം കന്നപ്പോ ഒരേ വൃത്തമായിട്ട് ഇതിനകത്തോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ദേവരാജ ഇപ്പൊ പറയുന്നത് ദേവരാജ മാസ്റ്റർ അതിൽ നിന്ന് എടുത്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചോദ്യം, ഈ 72 മുമ്പ് ഈ ട്യൂണിൽ ഒന്ന് കാണിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒരിക്കലും ഇല്ല. മാസ്റ്റർ പറയുമ്പോൾ നിർത്തി കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. അതിനാണ് അതിനുള്ള ഒറ്റ മറുപടി അതാണ്. ആ മറുപടിക്ക് ആരും ഉത്തരം നിന്നില്ല. ഈ കാലത്ത് സമയത്ത് പറഞ്ഞ വലിയ കാര്യം. അതുകൊണ്ടാണ് മാസ്റ്റർ പറയുന്നത്. ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാര്യം മാസ്റ്ററോട് ഇത്ര അടുത്ത ആളെന്നില്ല, സംഗീതത്തെപ്പറ്റി നിങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട്. ഞാൻ സംഗീതത്തോടെ സംസാരിച്ചത് എനിക്കറിയത്തില്ല. പക്ഷെ പ്രകാശ് മാസ്റ്ററോട് സംഗീതത്തെപ്പറ്റി ഇങ്ങനെ ഈ ഗഹനമായ കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട്. സംഗീതത്തിൽ മാസ്റ്ററിന്റെ അസിസ്റ്റന്റായിട്ട് എന്നൊക്കെ നിന്നുകൊണ്ട് ഈ അനുഭവം പറഞ്ഞത് വലിയ നന്നായി. അല്ലെങ്കിൽ ഇത് തെറ്റിദ്ധരിക്കപ്പെടും. അതെ അതെ. കാരണം വെച്ചാൽ അതിന്റെ മാസ്റ്റർ തെറ്റിദ്ധരിക്കപ്പെട്ടല്ലോ, വെട്ട് കഴിഞ്ഞു. അതാണ് മാസ്റ്റർ അന്ന് ദീർഘവിഷം. മാസ്റ്റർ പറഞ്ഞ 93 പറയുന്നു, 10, 25, 30 വർഷം കഴിയുമ്പോ ഈ ട്യൂണൊക്കെ എന്റെ ട്യൂണിനെ എടുത്ത് ഇവർ ഉപയോഗിച്ചിട്ട് പറയും ഞാൻ അതൊന്നും എടുത്തെന്ന് പറയാൻ അവർ പറയാമല്ലോ എന്ന് പറഞ്ഞത് കറക്റ്റായിട്ട് സംഭവിച്ചു. അത്രയ്ക്ക് ദീർഘവിഷമായിരുന്നു. പ്രകാശ് ഇന്ന് എന്നെ ഇന്ന് വിളിക്കാൻ വേറെ കാര്യങ്ങൾ. പ്രകാശ് മുത്തച്ഛനായതിന്റെ ആദ്യത്തെ ഓണമാണ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചെന്ന് പറഞ്ഞത് പ്രകാശും മാസ്റ്ററുമായിട്ടൊരു ഓണം ഒന്ന് എൻ്റെ ഓർമ്മയിൽ വന്നു. കാരണം ഞാൻ ഇല്ലാതിരുന്ന സമയത്താണ് മാസ്റ്ററും പ്രകാശും കൂടെ ഓണം ആഘോഷിച്ചത്. ആ കഥയൊന്ന് എനിക്ക് വീണ്ടും കേൾക്കാനും നമ്മുടെ ദേവരാജശ്രീയുടെ ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതെന്ന് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് പ്രകാശന ഓർമ്മകളും കൊച്ചുമകൻ്റെ വരവും എല്ലാം കൂടെ ഒരു എങ്ങനെയാണോ മനസ്സിൽ? അത് പറയുമ്പോൾ എടുത്തു പറയേണ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. എൻ്റെ കൊച്ചുമകൻ്റെ ഇട്ട പേരെന്താ? കൊച്ചുമകന് ഇട്ട പേര് ദേവരാഗ് എന്നാണ് ഇട്ടത്. ദേവരാഗ് ഞാനല്ല ഇട്ടത്, എൻ്റെ മോനും മരുമകളും ചേർന്ന് ഇട്ട. എൻ്റെ അവർ പറഞ്ഞതുമില്ല. ഹോസ്പിറ്റലിൽ അവർ കൊടുക്കാൻ നേരത്തെ അവർ ദേവരാഗ് എന്ന് പറഞ്ഞ ഒരു പേര് അവർ മനസ്സിൽ കരുതിയിട്ട് അവർ പറഞ്ഞു. ഞാൻ മാസ്റ്ററിന്റെ വീട്ടിലും വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് പേരിട്ടേക്കുന്നത്. നിങ്ങൾ സ്നേഹം സമ്മതിക്കണം കേട്ടോ. അത് തലമുറകളിലൂടെ തുടരുവാണത്. തലമുറകളുടെ അച്ഛനെ തുടങ്ങി ശരിയാ, ഇപ്പൊ പ്രകാശിലൂടെ, കാർത്തികിലൂടെ, മരുമകൾ ആതിരയിലൂടെ, ദേവരാഗിലൂടെ, ദേവരാഗ് വഴി വീണ്ടും ദേവരാജ മാസ്റ്റർ ഒരിക്കലും ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് പോയില്ല എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടി പറ്റും. 1, 2, 3 തലമുറ. അതെ അല്ലേ? അതെ. അപ്പൊ അടുത്ത തലമുറയിലൂടെ ഇങ്ങനെ കടന്നു പോകണം. ദേവരാജ മാസ്റ്റർ പാട്ടുകളും ഓണവും എല്ലാം. ഏതായാലും പ്രകാശ് ഈ ഓണ അനുഭവം പറഞ്ഞ വലിയ സന്തോഷമുണ്ട്. പ്രകാശിന്റെ മനസ്സിൽ എന്താണ് ഒരു 2 വരി പാട്ട് ഓണത്തിന്റെ എന്തെങ്കിലും ഒന്ന്? ഓണത്തിന് പറഞ്ഞ ഒന്നാം പൊന്നോണ പൂപ്പട കൂട്ടാൻ പൂക്കണ്ണി കോരാൻ പൂക്കളം തീർക്കാൻ ഓടിവ തുമ്പി പെൺതുമ്പി. വളരെ സന്തോഷം, നന്നായിരിക്കുന്നത്. എൻ്റെ എല്ലാവിധ ഓണാശംസകളും ഞാൻ നേരുന്നു.